പത്രചാനലുകളിലും വാർത്തകളിലും നാം ദിവസവും എത്രയോ വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. ചില വാർത്തകൾ നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കും, ഉറക്കം കെടുത്തും. അത്തരത്തിലൊരു വാർത്തയായിരുന്നു ആലപ്പുഴയിലെ കരുവാറ്റയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. വെറും ഒരു 13 വയസ്സുകാരി തന്റെ സ്വന്തം വല്യപ്പനെ കൊല്ലുവാൻ കൊട്ടേഷൻ നൽകി എന്ന വാർത്ത. കേവലം ഒരു ക്രൈം ത്രില്ലർ സിനിമയുടെ കഥയോ തിരക്കഥയോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന നമ്മുടെ പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്തിനായിരുന്നു ആ 8ാം ക്ലാസ്സുകാരി ഈ കടും കൊലയ്ക്ക് കൂട്ടുനിന്നത്? ഒരു മൊബൈൽ ഫോണും കാമുകനൊരു ബൈക്കും വാങ്ങാൻ. ബൈക്ക് വീട്ടിലേക്ക് വരുന്നതും എപ്പോഴും മൊബൈൽ ഫോൺ കൊത്തിയിരിക്കുന്നതും കണ്ട് മുത്തച്ഛൻ വഴക്ക് പറഞ്ഞതാണത്രേ പ്രശ്നം. ഈ വാർത്ത കേവലം ഒരു കൊലപാതകത്തിന്റെ വിവരണം മാത്രമല്ല. ഇത് ഇന്നത്തെ ജനറേഷൻ മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു തിരിച്ചറിയൽ വീഡിയോ ആണ്. എന്താണ് കരുവാറ്റയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ശരാശരി മനുഷ്യന്റെ രക്തം മരവിച്ചു പോകും. ഒരു വൈകാരികതയുമില്ലാതെയാണ് ആ 13 വയസ്സുകാരി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. മുത്തച്ഛൻ ഞായറാഴ്ച വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവൾ തൻ്റെ കാമുകനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തി വീട്ടിലേക്ക് ആരും കാണാതെ എങ്ങനെ കയറണമെന്ന് ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു. ശുചിമുറിയുടെ മേൽക്കുരയിലെ ആസ്പെറ്റോ ഷീറ്റ് പൊളിച്ചു കയറാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും ആ കൊച്ചുകുട്ടിയാണ്. ആ വീട്ടിൽ സ്വർണം എവിടെയാണ് ഇരിക്കുന്നതെന്നും അവൾ കാണിച്ചു കൊടുത്തു. ഇതിനെല്ലാം അപ്പുറം നമ്മെ വെട്ടിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, സ്വന്തം വീട്ടിലെ കിടക്കവിരിയും വസ്ത്രങ്ങളും ഉപയോഗിച്ചു തൻ്റെ മുത്തച്ഛനെ കൊലപ്പെടുത്തുന്ന ആ വീഡിയോ ദൃശ്യം അവൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. യാതൊരു കുറ്റബോധവുമില്ലാതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ആ കുട്ടി അത് കണ്ടുനിന്നു. അതിനുശേഷം കൊലപാതകത്തിന് താൻ ഇല്ലായിരുന്നു എന്ന് കാണിക്കാനായിട്ട് ആ വീട്ടിൽ മുളകുപൊടി വിതറിയത്രേ. പരസ്പര വിരുദ്ധമായ മറുപടിയിലൂടെ പോലീസിനെ കേസ് മറ്റൊരു വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചു. എത്ര ഒരു കൊടും കുറ്റവാളിയുടെ തലച്ചോറാണ് ഈ കുട്ടിയിലൂടെ പ്രവർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ശരിക്കും എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെയാകുന്നത്? നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കൂ. വീട്ടിലെ മുതിർന്നവരോ അധ്യാപകരോ ഒന്ന് വഴക്ക് പറഞ്ഞാലോ ഇരുന്ന് കരയും. പിറ്റേ ദിവസം അതെല്ലാം മറന്ന് വീണ്ടും അവരോടൊപ്പം ചേരും. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വിലക്ക് വരുമ്പോൾ അത് കൊലപാതകത്തിൽ പോലും എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറുന്നത്? ഇതിൻ്റെ മനഃശാസ്ത്രം നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് ഒരു ഇൻസ്റ്റന്റ് ലോകത്താണ്. ഏത് സമയവും ഏത് കാര്യവും ഞൊടിയിടയിൽ അവരുടെ വിരൽ തുമ്പത്ത് അവർക്ക് എത്തുന്നു. ഫുഡ് ഓർഡർ ചെയ്താൽ 10 മിനിറ്റിൽ, സാധനം ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റിൽ, ഏത് കാര്യവും എപ്പോൾ വേണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ ലഭിക്കുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും അറിയാൻ സാധിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുക എന്ന ശീലം തന്നെ അവരുടെ ഇല്ലാതായിത്തീരുന്നു. എല്ലാം ഞൊടിയിടയിൽ. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുവാനുള്ള ക്ഷമയോ മാനസികാവസ്ഥയോ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെയാകുന്നു. വെർച്വൽ ലോകം. കരുവാറ്റ സംഭവത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം വീഡിയോ കോളിലൂടെ മൃതദേഹം കണ്ടുപിടിച്ചു എന്നത് തന്നെയാണ്. ഇതിന് കാരണവും അവർ ജീവിക്കുന്ന ഈ വെർച്വൽ ലോകമാണ്. പബ്ജി, ഫ്രീ ഫയർ എന്നീ ഗെയിംസുകളിലൂടെ ഒരു ദിവസം അവർ എത്ര പേരെയാണ് കൊന്ന് കളിക്കുന്നത്? ഗെയിമിൽ ഒരാൾ മരിച്ചാൽ അടുത്ത റൗണ്ടിൽ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടും. ചോരയും കൊലപാതകവും കണ്ട് അവരുടെ മനസ്സിലെ സഹാനുഭൂതി നശിച്ചിരിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ആ വേദനയുടെ ആഴം വെർച്വൽ ലോകത്ത് അവരിൽ നിന്ന് ഇല്ലാതാകുന്നു. മനുഷ്യന്റെ ജീവനേക്കാൾ വലിയ ഒരു വില ഒരു ഫോണിനോ ഒരു ഗാഡ്ജറ്റിനോ അവർ നൽകുന്നു. ഇന്നത്തെ പല വീടുകളിലെ ഒരു അവസ്ഥയാണിത്. നോ എന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലായ്മ. മുത്തച്ഛൻ വൈകി വരുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും വഴക്ക് പറഞ്ഞപ്പോൾ അത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരെ ഉള്ള ഒരു കടന്നു കയറ്റമായിട്ടാണ് കുട്ടിക്ക് തോന്നിയത്. വിലക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന പ്രവണത ഇന്നത്തെ കുട്ടികളിൽ വളരെ കൂടുതലാണ്. ഈ സംഭവത്തിൽ കുട്ടികളെ മാത്രം കുറ്റം പറയുന്നതുകൊണ്ടും കാര്യമില്ല. എവിടെയാണ് മാതാപിതാക്കളുടെ പങ്ക്?
മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് പല കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്കൊപ്പം ചിലവഴിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. സമയക്കുറവ് പരിഹരിക്കാൻ നാം ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് വില കൂടിയ ഗാഡ്ജറ്റുകളും ഫോണുകളും മറ്റുമാണ്. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ അടങ്ങിയിരിക്കാൻ വാങ്ങിക്കൊടുക്കുന്ന സ്മാർട്ട് ഫോണുകൾ അവരുടെ ലോകം തന്നെ മാറ്റിമറിക്കുകയാണ്. അവർ എന്ത് കാണുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നാം ശ്രദ്ധിക്കാതെ പോകുന്നു. ഏതെങ്കിലും ഒരു ദിവസം അവർ വലിയൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ മാത്രമാണ് നാം യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ സ്മാർട്ട് ഫോൺ പൂർണ്ണമായിട്ടൊരു വില്ലനാണോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. സാങ്കേതിക വിദ്യയ്ക്ക് അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആ ഉപയോഗിക്കുന്നവരുടെ കയ്യിലാണ് അതിൻ്റെ ഭാവി. ഡിജിറ്റൽ ലോകത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു വിദ്യാഭ്യാസമോ കരിയറോ സാധ്യമല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്. ഡിഗ്രികൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും അപ്പുറം തൊഴിൽ മേഖലകളിലേക്ക് കടക്കാൻ മൈക്രോ ക്രെഡൻഷ്യാലിറ്റികളും പോർട്ട്ഫോളിയോ കരിയറുകളും അത്യന്താപേക്ഷിതമാണ്. ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഗിഗ് എക്കണോമിയിൽ തങ്ങളുടേതായ സ്ഥാനം കണ്ടെത്താനും പുതിയ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കാനും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും കൂടിയേ തീരും. ഫോൺ ഒരു വില്ലനാകുന്നത് അതിന് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കാതെ വരുമ്പോഴാണ് ഉപയോഗം അഡീഷനായി മാറുന്നത്. കരുവാറ്റായിലെ ഈ വലിയ സംഭവം നമുക്കൊരു പാഠമാകണം. സമാനമായ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ നാം ചില പ്രായോഗിക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വൈകാരിക ബുദ്ധി വളർത്തിയെടുക്കുക. കുട്ടികളെ A+ വേണ്ടി മാത്രം പഠിപ്പിക്കാതെ സഹജീവികളോട് കരുണ കാണിക്കാൻ പഠിപ്പിക്കുക. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ പരിചരിക്കാനും സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കുക. വളർത്തുമൃഗങ്ങളോ വീട്ടിൽ ചെടികളോ മരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വളർത്തുന്നതിൽ ഒരു പ്രോത്സാഹനം നൽകുക. ജീവിതത്തിൻ്റെ പരാജയവും വിജയവും രണ്ട് വശമാണെന്നും രണ്ടും നേരിടേണ്ടതാണെന്നും കുട്ടികളെ വീട്ടിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക. രണ്ടാമതായി കുട്ടികളെ നോ പറയാൻ ശീലിപ്പിക്കുക. കുട്ടികൾ ചോദിക്കുന്നതെല്ലാം ഉടൻ വാങ്ങിക്കൊടുക്കുന്നതിനു മുമ്പ് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് ഓരോ മാതാപിതാക്കളും പരിശോധിക്കുക. സാധ്യമല്ലെങ്കിൽ അതെന്തുകൊണ്ട് സാധ്യമല്ല എന്നവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാനുള്ള ഒരു കാത്തിരിപ്പ് അവരിൽ സൃഷ്ടിക്കുക. ഫോൺ ഉപയോഗത്തിന് വീട്ടിൽ കൃത്യമായ നിയമങ്ങൾ വെക്കുക. സമയപരിധി നിശ്ചയിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം അവർക്ക് വേണ്ടി നാം മാറ്റിവെക്കുക. അവർക്ക് പറയാനുള്ളത് കേട്ടിരിക്കുക, വിലയിരുത്തുക. പെരുമാറ്റ സംഭവം ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല. അതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് ഓരോ വീടുകളിലാണ്, ഓരോ വ്യക്തിയിൽ നിന്നുമാണ്. സമയം ഇനിയും വൈകിയിട്ടില്ല. നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലവ് യു ഓൾ. ഹാപ്പി